എല്ലാത്തിനും പ്ലസും മൈനസും ഉണ്ട്. നമ്മളിപ്പോ സീരിയലിന് മാത്രം സീരിയൽ കാണുന്നത് ഭയങ്കര മോശമാണ് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം സെൻസർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡ്രസ് ആയാലും അല്ലെങ്കിൽ ഫുഡിന്റെ ഇതൊക്കെ ആയാലും ഇവിടെ ഇഷ്യൂ വരുമ്പോൾ അത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അത് ഭയങ്കര സംഭവമായി മാറും. അപ്പൊ പിടിക്കും, അവിടെ പിടിക്കും, ഇവിടെ പിടിക്കും, കഴിഞ്ഞു 1 മന്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. എത്രയോ മോശം സിനിമകളുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാ, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. എന്റെ അച്ഛനും കുട്ടേട്ടന്റെ ക്യാരക്ടറും ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അച്ഛന്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ അപ്പൊ ഞാൻ ആലോചിച്ചത് അച്ഛനും മകന്റെ ഒരു സ്ഥാനത്തില് എനിക്ക് അപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത പടം ഇഷ്ടതാണ്. നാളെ രാവിലെ പോന്നാ പോരായിരുന്നു. ഞാൻ പിന്നെ വർക്ക് കഴിഞ്ഞ പിന്നെ അവിടെ വെറുതെ നിൽക്കണതിന് ഞങ്ങൾക്കറിയാം ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിട്ടല്ലേ ഓടി. അതില് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഗ്ലോറിയും പിന്നെ തോബിയാസ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ജയൻ ചേർത്തല അവരാണ് നോട്ടീസ് ചെയ്തത്. പക്ഷെ നമുക്ക് ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക്. ഇതൊന്നും നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇതുപോലെ കാവ്യാഞ്ജലി മറക്കാൻ പറ്റില്ല. അതുപോലെ ഉമ്മക്കുൽ വേണിച്ചേട്ടന്റെ കൂടെ ചെയ്ത് അതൊന്നും ക്യാരക്ടേഴ്സ് ഒക്കെ പേര് ഓർമ്മയുണ്ട്. പറയണം അസർമുല്ല പറയണം. അന്നത്തെ ട്രെൻഡിങ് ആയ അന്നത്തെ ചെറുപ്പക്കാരുടെ ഹരമായി മാറിയ ആൾക്കാരാണ് ഇവരൊക്കെ. ഈ പേയ്മെന്റിന്റെ രീതിയിലാണേലും തമിഴില് വേറെ കുറെ ആൾക്കാർ അവിടെ കുറച്ചും കൂടെ പേ സ്കെയിൽ ഒബ്വിയസ്ലി മലയാളം ഇൻഡസ്ട്രീനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ് തമിഴ് ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ പേ സ്കെയിലും കൂടെ നിങ്ങൾ അതൊരു ഫാക്ടർ ആണോ ചേട്ടാ? തീർച്ചയായിട്ടും. അല്ല ഇപ്പോ അതെല്ലാത്തിലും ഇവിടെയും നമുക്ക് നല്ല പേയ്മെന്റ് ഒക്കെ തന്നിരുന്നു. ഇപ്പൊ ഇവരും രജപുത്രക്ക് നല്ല പേയ്മെന്റ് തന്നെയായിരുന്നു തന്നിരുന്നത്. തമിഴിനെ അപേക്ഷിച്ച് കുറച്ച് കുറയും. പക്ഷെ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര ആ ഒരു സെലിബ്രിറ്റി നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ആളാണെങ്കിൽ ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ അതിലും വലിയ പേയ്മെന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടണതില്ല. ഇപ്പൊ എനിക്കൊരു ഇതുണ്ടല്ലോ, വെറുതെ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ട് കാര്യം എനിക്ക് കിട്ടണില്ല. എനിക്ക് നല്ല പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തമിഴില് അതിന് കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ. ഓക്കെ. ഇപ്പൊ ചേട്ടൻ ഇനിയുള്ള ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഇന്നത്തെ എന്റെ വിവരം എനിക്ക് പണ്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു എന്ന്. അപ്പം ഇപ്പം ലൈഫിൽ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ടും ഇത്ര വർഷത്തെ എക്സ്പീരിയൻസും ഗെയിൻ ചെയ്തത് കൊണ്ട് ഇനി ചേട്ടൻ്റെ ഫ്യൂച്ചർ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? സീരിയലിൽ തന്നെയാണോ അതോ സിനിമയിൽ കുറച്ചും കൂടെ ഒരു ചാൻസിനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വർക്ക് ചെയ്യണം എന്നാണോ? എങ്ങനെയാ ചേട്ടൻ കൂടുതലും ഒരു കംഫർട്ട് സോൺ കാണുന്നത്? നമ്മൾ 2000 നമ്മൾ വന്നുള്ളത് അല്ലേ? 25 ആയി. ഇത്ര വർഷം ഇതിൽ നിന്നു. ഇടയിൽ 25 വർഷമായിട്ട് എനിക്ക് നിങ്ങളെ അറിയാനേ. എത്ര പ്രായം ചോദിച്ചപ്പോ പറഞ്ഞത് ഏത് രാജീവ് ഞങ്ങൾ കണ്ടിട്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല രാജീവേട്ടാ. 2000 ഞാനത് രമ്യ ഞാൻ വൈഫിനോട് പറഞ്ഞു രമ്യാണ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നത്. രമ്യ വരുമോന്ന് അറിയില്ല. ഇനിയിപ്പോ എന്റെ പേരൊക്കെ പറയുമ്പോ അന്ന് എന്തെങ്കിലും പനിയാ അങ്ങനെയൊക്കെ പറയാൻ കാരണം അതല്ല കോമഡി ആയിരിക്കുമല്ലോ. അപ്പോ ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ സക്സസ് ആയ ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ ഒക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവര് 5 വർഷം 10 വർഷം 12 വർഷം 15 വർഷമൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോ ഈ ഒരു ഇതിലേക്ക് എത്തിയുള്ളത്. പിന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തണം അല്ലെങ്കിൽ ഞാൻ. പക്ഷെ ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര ഫിനാൻഷ്യൽ റിച്ച് ഒന്നുമല്ല. പക്ഷെ ഞാനിപ്പോൾ എല്ലാം എനിക്ക് ഇതിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് ഞാൻ എടുത്ത് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് ആ ഒരു ഓപ്ഷൻ ആണ് പിന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പോണ പോലെ പോയിട്ട് പോവാം, അതിൻ്റെ ഇടയിൽ ട്രൈ ചെയ്യാം. അങ്ങനെയുണ്ട്. ഇപ്പൊ മലയാളം സീരിയൽസ് കുറച്ചു കാലം ഞാനിപ്പോ ഇല്ല. ഇപ്പൊ ഒരു 1.5-2 വർഷമായിട്ട് ഞാനില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനിടയിൽ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോയി ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ അപ്പോഴും എനിക്ക് അറിയില്ല എങ്ങനെയാ പോയി ട്രൈ ചെയ്യേണ്ടത്. ഓഡിഷൻ ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷെ എവിടെയാണ് പോയി ഓഡിഷൻ? കാരണം കുറെ വന്ന് നിന്ന് നിങ്ങൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോൾ ശരി നിങ്ങൾ എന്താ മുമ്പ് പറയാൻ അങ്ങനത്തെ ഒരു അപ്പൊ അതിനുണ്ട്. ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയൂന്നൊക്കെ പറഞ്ഞ ഫീൽഡിലുള്ളവരോട്. ഓക്കെ. അല്ലാതെ ഞാനിപ്പോ ഇത്ര സീനിയർ ആണ്, ഓക്കെ ഞാൻ ഇനി എങ്ങനെയാ പോയി ചാൻസ് ചോദിക്കണേ, അങ്ങനത്തെ ഒരു ഇൻഹിബിഷനോ മടിയോ കാര്യങ്ങളോ? നമ്മളെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാര് ഇപ്പൊ ഓഡിഷനൊക്കെ പോയിട്ട് ചെയ്യണം. അവരിപ്പോഴും അതിനെപ്പറ്റി അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് പോകേണ്ടത്. ഇത് നമുക്കൊരു പാഷൻ, നമുക്ക് സന്തോഷമില്ല. ഇപ്പൊ സീരിയലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ തമിഴിൽ ചെയ്യണു. തമിഴിലിപ്പോ ഒരു വർഷം 1.5 വർഷമായി ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൊടുക്കാൻ എത്ര വേരിയേഷൻസ് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ നമുക്കത് ജോലി പോലെയായി. രാവിലെ പോവുക, വൈകിട്ട് വരിക, പിന്നെ പേയ്മെന്റ് വരുമ്പോ ഒരു സന്തോഷം. പക്ഷെ അതല്ല നമുക്ക് കിട്ടുന്നൊരു ഇത്. അതല്ല പൈസ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പൈസ ഒന്നും വേണ്ട. എനിക്ക് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു പൈസ വേണ്ട. അല്ലാണ്ട് ഭയങ്കര ഇതായിട്ടൊന്നും എനിക്ക് അങ്ങനെ പണ്ടും ആഗ്രഹമില്ല, ഇപ്പോഴും ഇല്ല.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല വേഷങ്ങൾ കിട്ടാൻ അതിപ്പോ തമിഴിലും ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുമെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇതുവരെ നമ്മൾ എത്തിച്ചില്ലേ. രാജീവേണ്ണ ഇത്രയും 25 കൊല്ലമായിട്ട് അറിയുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അന്നേ എനിക്കറിയാം രാജീവേട്ടൻ ഭയങ്കര ഫാമിലി പേഴ്സണാണ്. വീട്, കുടുംബം, വീട്ടുകാര് അവരുടെ കൂടെ ഇരിക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. എപ്പോഴും ഞാനൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ എന്ത് ഇഷ്ടമാണ് രാജീവേണ്ണെ. എൻ്റെ ഏട്ടനെ പോലെ രാജീവേണ്ണെ കാണുന്നത്, സ്വന്തം മകനെ പോലെ. അപ്പം രാജീവേണ്ണന്റെ സ്നേഹം, രാജീവേണ്ണൻ എല്ലാവരോടും പെരുമാറുന്ന രീതി ഒക്കെ എനിക്ക് 2 ഏട്ടന്മാർ അവരെ പോലെ തന്നെയാണ് എനിക്ക് രാജീവേണ്ണന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും. ഇപ്പോഴാണെങ്കിലും ഇത്രയും ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോഴാണ് രാജീവേണ്ണന് ഇത്രയും ബാക്ക് ടു ബാക്ക് ഷെഡ്യൂളും കാര്യങ്ങളും ബിസി ഷെഡ്യൂൾ പോകുമ്പോഴും ഒരു ദിവസത്തെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം രാജീവേണ്ണൻ അപ്പം പ്രയാർക്ക് അപ്പം വീട്ടുകാരോട് പോയി ഇരിക്കാൻ. അങ്ങനെ ഇത് കാണുമ്പോ വൈഫ് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരാനല്ല, ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഈ രമ്മിക്ക് എത്ര വീടാന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിക്കും അല്ലേ. മോളും പറയും ഓ അച്ഛൻ ഞാന് ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളപ്പോ ഇപ്പൊ രാത്രി ഷൂട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ ഇല്ലാട്ടോ അന്ന് രാത്രി തന്നെ പോരും ഞാൻ ചിലപ്പോ. അപ്പൊ വീട്ടിലൊക്കെ എത്തുമ്പോ ഒരു നാളെ രാവിലെ പോന്നാ പോരായിരുന്നു. ഞാൻ പിന്നെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെറുതെ നിൽക്കണതിന് ഞങ്ങൾക്കറിയാം ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിട്ടല്ലേ ഓടി വരുന്നത്. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ രാജീവ്? നാട്ടില് എനിക്കുള്ള ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ തന്നെ ഉള്ളൂ. ബാക്കി ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നമുക്കങ്ങനെ മനസ്സിലായി. എനിക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്, ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞങ്ങളൊരു കുറച്ച് ഒരു 5-6-7 പേര് 6-7 പേരല്ല അത് ഉണ്ട്. പക്ഷെ എന്നാലും ഡെയിലി കാണുന്ന കുറച്ച് പേരുണ്ട്. ഞങ്ങൾ കാണും, ഞങ്ങൾ വർത്താനം പറയും. അവരൊക്കെ ഓരോ ഇതിൽ എൻഗേജ്, പക്ഷെ അവരും നമ്മൾ വരുമ്പോഴും അവരുണ്ടാവും, വർത്താനം പറയും. നമ്മൾ കുറച്ചൊരു ആ ഒരു എനർജി ഭയങ്കര എനർജിയാണ്. ഓക്കെ. എന്തിനും ഏതിനും ഏത് സമയത്തും നമുക്ക് വിളിക്കാൻ പറ്റുന്ന. അങ്ങനെ ഉള്ളത് തന്നെ എന്തൊരു ഭാഗ്യം. കാരണം എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്റെ അച്ഛനൊക്കെ വയ്യാതിരുന്നപ്പോഴൊക്കെ ഇവര് തന്നെ അതൊക്കെ ഡീൽ ചെയ്തിട്ടുള്ളത്. നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഇനിയുള്ള ഒരു സെഗ്മെന്റ് ആണ്. ആ സെഗ്മെന്റിന്റെ പേരെന്താണെന്നറിയോ? പറയാതെ വയ്യ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ കേട്ടോ. അതാണ് സെഗ്മെന്റിന്റെ പേര്. പറഞ്ഞല്ലേ പറ്റൂ. അതെ, നോണയാണേലും കള്ളത്തരാണേലും അതൊക്കെ ഞങ്ങൾ പിന്നെ ട്രാക്ക് ചെയ്തോളാം. എന്തായാലും പറഞ്ഞേ പറ്റൂ. സാന്ത്വനത്തിലെ ബാലേട്ടനെ പോലെ ഇന്നത്തെ കാലത്ത് ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. ശരിക്കും ഇത്രത്തോളം അനിയന്മാരെ സ്നേഹിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? രാജീവന് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റും. എനിക്കിപ്പം രാജീവന് ആ കഥാപാത്രം ചെയ്തപ്പോഴേ റിയൽ ലൈഫിലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ബാലേട്ടനാവാൻ പറ്റുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ റിയൽ ലൈഫല്ല, അവിടെ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ അനിയമ്മ ഇപ്പൊ സജിനായാലും അച്ചു ആയാലും ഗിരീഷായാലും എന്റെ അനിയന്മാരെ പോലെ തന്നെ. എനിക്ക് അനിയനില്ല, എനിക്ക് 2 ചേച്ചിമാരാണ്. പക്ഷെ അങ്ങനെ ഞാൻ കണ്ടിരുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ നമ്മള് ഇത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മള് പല സ്ഥലത്തും റിയാക്ട് ചെയ്യേണ്ട, പല സ്റ്റേജിലും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബാലൻ അങ്ങനെ ആവണമെങ്കിൽ ദേവീനെ പോലത്തെ ഒരു വൈഫ് വേണം. കേട്ടല്ലോ ചേച്ചി, കേട്ടല്ലോ. ഇപ്പോഴത്തെ ആരും അങ്ങനെ നിൽക്കുമോ? എന്നാലും ബാലനാവില്ല എന്ന് പറയില്ല. ഉടനെ ഭാര്യയുടെ നമ്മളിപ്പോ നിൽക്കുന്നത് അവരുടെ സപ്പോർട്ട് കൊണ്ടല്ലേ. അതെ കൊച്ചു കള്ള. നിങ്ങളെ സ്നേഹിക്കൂ, അപ്പോൾ ഭാര്യമാരും തിരിച്ച് നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം കേൾക്കും. നിങ്ങൾ ഇടയ്ക്ക് കള്ളന്മാരാവും. ഏറ്റവും വലിയ കോമഡി വെച്ചാലേ നമ്മൾ പറഞ്ഞ പോലെ കേൾക്കാൻ പാടില്ല. നമ്മള് പറഞ്ഞ പോലെ കേട്ടാ പിന്നെ എന്ത് രസമുള്ളത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വലുതായിട്ട് പറയണം. എന്റെ ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറെ വിളി. അപ്പൊ നോമ്പ് തുടങ്ങിയല്ലോ. അപ്പൊ അവര് അപ്പൊ എന്നും കള്ളതരൊക്കെ പറഞ്ഞ് വരും. അപ്പൊ ഇന്നലെ ഞങ്ങള് പുള്ളി വരാണ്ടായപ്പോ വിളിച്ചു നോക്കി. വൈകുന്നേരം ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് വിളിച്ചു നോക്കി. അപ്പൊ പുള്ളി എടുക്കണ വൈഫ് എടുക്കണം. വൈഫ് ഫോൺ എടുത്തിട്ട് ഹലോ എവിടെ ഡോക്ടറുടെ. അപ്പൊ അവിടുന്ന് അടുത്ത ആള് ഒന്ന് ഫോൺ കൊടുക്കുവോ, ഡോക്ടർക്ക് ഒന്ന് ഫോൺ കൊടുക്കുവോ. അപ്പൊ പുള്ളി അവിടെ ഇല്ല, ഇവിടെ പോയി ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ അത്ര വലിയ കള്ളന്മാരുണ്ട്. അങ്ങനെയുണ്ട് ആൾക്കാര്. ഞങ്ങള് ചെട്ടിപ്പോയി ഞങ്ങളോട് ഇങ്ങോട്ട് ഫോൺ കൊടുക്കാം, ഞങ്ങൾ പുള്ളിയുടെ നമ്പർ അങ്ങോട്ട് പിടിച്ചിട്ട്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്ത ഭാര്യമാരും ഉണ്ട്. കാരണം നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ ഇതൊക്കെ ഒരു രസല്ലേ അല്ലേ? നമുക്ക് കുറച്ചു കാലമൊക്കെ കഴിഞ്ഞ് നമുക്ക് ആലോചിക്കും ആ രസല്ലേ. അതെ, അപ്പോൾ ഭാര്യമാരും തിരിച്ച് ഇതുപോലെ തന്നെ രസമാണ്, സാമ്പാറാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പറയണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ അടുത്ത ചോദ്യം തരാം. ഷൂട്ടിംഗ് ഇടവേള കിട്ടിയാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നേരെ വരുന്നത് ഇത് ഞാൻ ചോദിച്ച ചോദ്യം തൃശ്ശൂർ കയ്പമംഗലത്തേക്കാണ്. വീട് വിട്ട് ഒരു കളിയില്ല. തൃപ്രയാറിന് എന്തെങ്കിലും മാറി? ഇപ്പൊ ചില ആൾക്കാരൊക്കെ വർക്ക് കൂടുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, വർക്കിന് ഇത് ചെയ്തിട്ട്. അങ്ങനെ ഒരു തോട്ട് എപ്പോഴും രാജുവേട്ടന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? എനിക്കിത് അവിടെ നിന്നിട്ടാണ് ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നെ
നമ്മളിപ്പോ എപ്പോഴായാലും ഇപ്പൊ കൊച്ചിനായാലും എനിക്കൊരു 1.5 hour ഡ്രൈവേ ഉള്ളൂ ഇവിടേക്ക്. തിരുവനന്തപുരത്താണെങ്കിലും ഓക്കെ. അല്ല ഞാൻ മാറിയോണ്ട് എനിക്ക് വർക്ക് കൂടുതൽ കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് സന്തോഷമുള്ള ഒരു സ്ഥലത്തല്ല നമ്മൾ നിൽക്കേണ്ടത്. രാത്രി വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു ഇത് എനിക്ക് തോന്നുന്നു. അത് എന്റെ നാട്ടിൽ തന്നെ ഇപ്പൊ അതെല്ലാവർക്കും കുറെ പേർക്ക് അങ്ങനെ ഉണ്ട്, കുറെ പേര് മാറാണ്ട് നിൽക്കുന്നവരുണ്ട്. പിന്നെ എനിക്ക് ഒന്നാമത് ഈ സിറ്റി ലൈഫ് അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല. വന്ന് കണ്ടുപോകാനൊക്കെ ഇഷ്ടം. ഇടയ്ക്കൊന്ന് വന്ന് ഇവിടെ ഒന്ന് കൂടി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കണ്ടിട്ട് ജസ്റ്റ് പോലെ. ഇത് ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണല്ലോ. സ്വന്തം വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ അറിയില്ലാത്തതാണ് പാപ്പി അപ്പച്ചയ്ക്ക് ശേഷം വേറെ മികച്ച സിനിമകൾ തേടി എത്താതിരുന്നതിന്റെ കാരണം. ചില സിനിമകൾ കാണുമ്പോൾ ഇന്ന് ഇത് റിലേറ്റഡ്, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ന് ഇത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. ചില കഥാപാത്രങ്ങൾ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക്, നിങ്ങളിപ്പോ ഒരു അഭിനേതാവും കൂടെ ആകുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ ഒരു കഥാപാത്രത്തിനൊക്കെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, നമുക്ക് ആർക്കാണെങ്കിലും അഭിനയത്തിനോട് താല്പര്യമുള്ളപ്പോൾ നമുക്ക് അങ്ങ് തോന്നിപ്പോവും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ്. അങ്ങനെ ചേട്ടന്റെ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ വന്ന് ഏതെങ്കിലും ഒരു സിനിമ അല്ലെ ഒരു കഥാപാത്രം? അല്ല, കുറെ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുമല്ലോ. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും സിനിമ കാണുമ്പോൾ അയ്യോ ഈ വേഷം കിട്ടിയിരുന്നെങ്കിൽ തോന്നും. പക്ഷെ എനിക്ക് കുറെ കൂടി എന്റെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്നെ വിളിക്കില്ല ഉറപ്പാണ്, കാരണം എന്റെ മാർക്കറ്റും അത് ഭയങ്കര ഡിഫറെന്റ്. കിഷ്കിന്ദ കാണുന്ന മടല്, അതില് ആസിഫ് ചെയ്ത ക്യാരക്ടർ എന്റെ റിയൽ ലൈഫില് ഭയങ്കര കണക്റ്റഡ് ആണ്. എന്റെ അച്ഛൻ കുട്ടേട്ടൻ എനിക്ക് ഭയങ്കര, ഞങ്ങൾ ഒരുമിച്ച് കാവ്യാഞ്ജലിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എന്റെ അച്ഛനും കുട്ടേട്ടന്റെ ക്യാരക്ടറും ഭയങ്കര ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്, ഭയങ്കര ഇത്. അതായത് ആ മറവിയും കാര്യങ്ങളൊക്കെ തന്നെ അച്ഛന്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ അത് എനിക്കത് പടം കണ്ടപ്പോൾ ആസിഫ് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത് അച്ഛനും മകന്റെ ഒരു സ്ഥാനത്തില് എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത പടം കൃഷിതാണ്. ഭയങ്കര അത് എങ്ങനെ ഇത് ഒരു ചില സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ വീട്ടിലിപ്പോ ഒരു അച്ഛൻ്റെ ഒരു മറവിയുണ്ട് അച്ഛന് ഭയങ്കരമായിട്ടും. അപ്പൊ വീട്ടിലെന്തെങ്കിലും കാണാണ്ടൊക്കെ ആകുമ്പോ അച്ഛൻ പെട്ടെന്ന് ഇപ്പൊ അപർണ അവരുടെ റൂമിലേക്ക് കയറിയപ്പോ വായിലൊക്കെ അടയ്ക്കില്ലേ, അതൊക്കെ അച്ഛൻ ലോക്കറുണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ. അതാണ് ചില ആൾക്കാരുടെ, നിങ്ങളുടെ കഥ അറിഞ്ഞിട്ടാണോ അവർ ആ കഥ എഴുതിയെന്ന് വല്ല തോന്നിപ്പോകും അല്ലെ ചില സീക്വൻസ് ഭയങ്കര. അതെ, ചില സീക്വൻസ് കാണുമ്പോൾ ആർക്കും അതെ, പ്രത്യേകിച്ചും ഇതുപോലെ ഇപ്പൊ നമ്മൾ അറിയാത്ത വേറെ ആരുടെങ്കിലും വീട്ടിൽ ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പ്രായമാകുമ്പോ അച്ഛനെ അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ പക്ഷെ കുറെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്, എല്ലാ ബില്ലും ഇതൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ അത് കാണാണ്ട് ഫുള്ള് വലിച്ചിട്ട് തിരയും. അത് ചിലപ്പോൾ അടുത്തിരിക്കുന്നുണ്ടാവും, മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെ പിന്നെ നമ്മളൊക്കെയാണ് എടുത്തെന്നുള്ളൊരു ദേഷ്യമൊന്നുമല്ല, എല്ലാരെയും ഒരു ആ രീതിയിലും അങ്ങനെ. അത് ഭയങ്കര നമ്മളത് കോമഡി ആയിട്ടാണ് എടുത്തത്. പക്ഷെ ചിലവർക്കൊന്നും ഇപ്പൊ വീട്ടിൽ പണിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുമ്പിൽ തന്നെ പറയും കാണാനില്ല. അപ്പൊ ഞാൻ അത് വേറെ എവിടെ പോവാൻ എന്നിട്ട് ഒരു ലുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അവർക്കൊക്കെ അറിയുന്നോണ്ട് പക്ഷെ ഭയങ്കര റിലേറ്റഡ് ആയിട്ട് തോന്നി. കാലം എത്ര കഴിഞ്ഞാലും ഗ്ലോറി, സോഫി, പ്രകാശ് ഇവരെ ആരെയും മലയാളി കുടുംബങ്ങൾ മറക്കില്ല. എന്റെ മാനസപുത്രി അതും ഇതുപോലെ നമുക്ക് ആ സമയത്തും. പക്ഷെ അതിലെന്താന്ന് വെച്ചാല് ഭയങ്കര പാവം ക്യാരക്ടറാണ് അത്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, പാവമായിട്ട് ബിഹേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതില് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഗ്ലോറിയും പിന്നെ തോബിയാസ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ജയൻ ചേർത്തല, അവരാണ് നോട്ടീസ് ചെയ്തത്. പക്ഷെ നമുക്ക് ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക്. അങ്ങനെ ഇതൊന്നും നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇതുപോലെ കാവ്യാഞ്ജലി മറക്കാൻ പറ്റില്ല, അതുപോലെ ഉമ്മക്കുലിൽ വേണിച്ചേട്ടൻ്റെ കൂടെ ചെയ്ത അതൊന്നും ക്യാരക്ടേഴ്സൊക്കെ പേര് ഓർമ്മയുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആൾക്കാരുടെ നിന്ന് ഭയങ്കര സ്വീകരണം കിട്ടിയ സാന്ത്വന ആയിക്കോട്ടെ, എന്റെ മാനസപുത്രി, കാവ്യാഞ്ജലി, ഇതെല്ലാം ശ്രദ്ധിക്കപ്പെട്ട സീരിയൽസ് ആണ്. ഇതിലും ശരിക്കും രാജീവേട്ടന്റെ മനസ്സിലേക്ക് ആ കഥാപാത്രം ഇന്നും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഇപ്പോഴും ഇഷ്ടമുള്ള കഥാപാത്രം അത് ഏത് സീരിയൽ? അല്ല, അങ്ങനെ ചോദിക്കാൻ എൻജോയ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ചെയ്യണ എൻജോയ്മെന്റും ഒന്നും അറിയാണ്ട് നമ്മൾ ചെയ്യണ ഒരു എൻജോയ്മെന്റ്. അങ്ങനെയാണ് എനിക്ക് 2 ക്യാരക്ടർ നമ്മൾ തോന്നുന്നു, വിച്ചു എന്നിട്ട് മറ്റേ ഊമുക്കുൽ എന്നിട്ട് സീരിയല് വിച്ചുവും പിന്നെ കാവ്യാഞ്ജലിലെ അപ്പു എന്ന് പറഞ്ഞ ഭയങ്കര ഇതായിരുന്നു നമുക്ക് അന്ന്. പക്ഷെ അറിയില്ല, ആൾക്കാർ പറഞ്ഞെന്ന് നമ്മൾ ചെയ്യണം. പിന്നെ എനിക്കിഷ്ടം ബാലേട്ടൻ തന്നെയാണ്. കാരണം ബാലേട്ടൻ എവിടെയൊക്കെയോ നമുക്ക് നമ്മളറിയാണ്ട് നമ്മള് ഒരു കണക്ഷൻ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു എല്ലാവരുടെ ഒരു ഗ്രൂപ്പ് വന്നപ്പോ ചിലപ്പോൾ അതിൽ നമ്മൾ ഇൻവോൾവ് ആയപ്പോ പറ്റിയതായിരിക്കാം. എല്ലാരും ചെയ്താലല്ലേ നമുക്ക് കിട്ടും. പക്ഷെ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പോഴും ആ ഒരു ഫാമിലി എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് അത് വിളിക്കുമ്പോഴും അവരൊക്കെ സംസാരിക്കുമ്പോഴും ഇപ്പൊ ഗിരിയേച്ചായാലും വിളിക്കുമ്പോ അമ്മയെന്ന് തന്നെ നമ്മൾ, കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉള്ളൂ. ഇപ്പൊ ചിപ്പി പ്രൊഡ്യൂസർ ആണ്, ഇതൊക്കെയാണ് നമ്മള് ദേവിയെ ചെയ്ത് വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുക ആണല്ലേ. ഓ
ഇടയ്ക്ക് ഒരു സിനിമ കിട്ടുന്നതിനേക്കാൾ സാമ്പത്തികമായി നല്ലത് സ്ഥിരമായി സീരിയൽ ചെയ്യുന്നത് തന്നെയാണ്, ആണോ? സ്ഥിരമായിട്ട് അതാ ഓഫ് കോഴ്സ് ഫിനാൻഷ്യലി നോക്കുമ്പോൾ അല്ലേ? സിനിമയ്ക്ക് നമുക്കൊരു ഡിമാൻഡിങ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്ത് വരും. ഈ ഫിനാൻഷ്യൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. സീരിയൽ പിന്നെ ഒരു ജോലി പോലെയാവും. നമ്മൾ ഇത്ര ഡേയ്സ് അവിടെ അത് കഴിഞ്ഞപ്പോൾ വരിക, അങ്ങനെയുള്ളൂ. പിന്നെ അതിന് നല്ല നല്ല വേഷങ്ങൾ, നല്ല നല്ല മുഹൂർത്തമൊക്കെ കിട്ടുക, നല്ല നല്ല സീൻസ് ഒക്കെ വരിക, സന്തോഷം. പക്ഷെ ശരിക്കും പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ സീരിയൽ മാസം സ്ഥിരമായിട്ട് ഒരു വരുമാനം. ഈ സിനിമക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ നമ്മളോട് ഇതാ, എടാ ഞാനിപ്പോ ഈ പടം കഴിഞ്ഞിട്ട് എത്ര കാലമായിരിക്കും, വർഷത്തിലൊന്ന് ചെയ്യണില്ലേ, നിങ്ങൾക്ക് വേറെ അതർ ലാംഗ്വേജിൽ ഒരു റീച്ച് ഉണ്ട്. പക്ഷെ അവരത് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നല്ലൊരു പടം കിട്ടിയിരുന്നെങ്കിൽ അത് എങ്ങനെ കിട്ടാന്നൊന്നും നമുക്കറിയില്ല. ഈ പറഞ്ഞ പോലെ പണ്ട് പറയല്ലേ, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച, അതേ ഉള്ളൂ സംഭവം. എല്ലാത്തിന്റേതായിട്ടുള്ള പ്ലസും മൈനസും. പക്ഷേ ഈ സീരിയലായിരിക്കും കുറച്ചുകൂടി റീച്ച് കൂടുതൽ ആൾക്കാരുടെ ആയിരിക്കും. പക്ഷെ ആ ഒരു ആക്സെപ്റ്റൻസ് അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആ ഒരു കഥാപാത്രം, നമ്മളിപ്പോ പറഞ്ഞില്ല, ഞാൻ ഇപ്പോ കിഷ്കിന്ദ കണ്ടു ആസിഫ്, അത് നമുക്ക് കണ്ണ് നിറയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പലതിലും. അതില് ആ പെർഫോമൻസ്, അപ്പൊ അവരോട് നമുക്കൊരു ഇഷ്ടം കൂടുതൽ തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് നമുക്ക്, അത് ചെറിയ ക്യാരക്ടർ ആയാലും. ഓക്കെ, അടുത്ത മലയാളം ബിഗ് ബോസിൽ രാജീവ് പരമേശ്വരൻ ഉണ്ടെന്നത് ഉറപ്പ്. നിങ്ങൾ പോണോ? ആണോ രാജേട്ടാ? തലവരെ മാറ്റി മറിക്കുവോ? അതെ, എന്നെ ഇതുവരെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ വരാറുണ്ടെന്നല്ലാതെ ഞാനൊന്നും പോയി, ഞാൻ ബിഗ് ബോസിന് പുറത്ത് ചിലപ്പോ ഭയങ്കര. നിങ്ങൾ മലയാളത്തിൽ സീരിയൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പൊ രാജീവേട്ടൻ എന്തായാലും സമയമുണ്ട്, വിളിക്കാം. പിന്നെ ഇത്ര ആൾക്കാരുടെ ഒക്കെ പ്രിയൻ ഇങ്ങനെ അല്ലാത്ത സമയത്ത് ഞാൻ എല്ലാ തല്ലുകൊടുത്തരും കാണിക്കും. സെറ്റിലൊക്കെ ആയാലും ഇപ്പൊ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാരണം ഒരുപാട് പേർക്ക് അവിടെ ചീത്ത കേട്ടിട്ടുണ്ട്, തമാശ കളിച്ചു. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അത് ഭയങ്കര നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകണം. നമ്മൾ അല്ലാണ്ട് നോർമലായി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. എനിക്കല്ലാത്ത ഇതിലൊക്കെ ഭയങ്കര രസമാണ്, ഞാൻ ഭയങ്കര എന്റർടൈൻ ഒക്കെ ചെയ്യും. പക്ഷെ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലൊന്നും എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും. രാജുവേട്ടൻ കാണാറുണ്ടോ ബിഗ് ബോസ്? കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. അപ്പം രാജുവേട്ടൻ തോന്നുന്നുണ്ട് രാജുവേട്ടനെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് കാരണം അറിയോ, അത് വേറൊരു സ്റ്റൈലാ. പറ്റില്ല, ഇപ്പൊ പോവില്ല. അല്ല പോവില്ല എന്നല്ല, പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഉള്ളതും കൂടി പോവും നമ്മുടെ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായി പോകും. ഇനി ഒരു ചോദ്യം കൂടിയാണ് ഈ സെഗ്മെന്റിലുള്ളത്. സീരിയലുകൾ ഓഡിറ്റ് ചെയ്യണമോ സെൻസർ ചെയ്യണമോ? അത് രാജേട്ട ഈയിടെ സംസാരമൊക്കെ ആയ ഒരു ഇഷ്യൂ ആണ്. താങ്ക് യു. ഈയിടെ വലിയ ചർച്ചയായ ഒരു വിഷയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് രാജീവേട്ടൻ എന്താ? എനിക്ക് ഗ്രേവി കുറച്ച്. രാജീവേട്ടൻ എന്താ തോന്നണേ? രാജീവേട്ടൻ ഇപ്പൊ ഇത്ര ഒരു സീനിയർ ആക്ടർ എന്നുള്ള രീതിയിൽ സെൻസറിങ് അല്ല, കാരണം അങ്ങനെ വൾഗറായിട്ടൊന്നുമില്ല നമ്മള്. പിന്നെ ഇതിന് നമ്മുടെ ഈ ഓഡിയൻസ് ഉണ്ട്, ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ആണല്ലോ. നമ്മളിപ്പോ ഒരു നല്ലതിന് ഒരു മാത്രം കണ്ട ആരും കാണില്ല, നല്ലത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരാളും കാണില്ല. അത് ഈവൻ സിനിമ, നല്ലൊരു സിനിമ എടുത്തു നോക്കി നല്ലത് മാത്രം ചെയ്യുന്ന ഒരു ഫാമിലി, നല്ല ആ പടം ഒരു ദിവസം പോലും ഓടില്ല. അപ്പോൾ പ്ലസും മൈനസ് എല്ലാം ഉണ്ട്, എല്ലാത്തിനും പ്ലസും മൈനസും ഉണ്ട്. നമ്മളിപ്പോ സീരിയലിന് മാത്രം സീരിയല് കാണുന്നത് ഭയങ്കര മോശമാണ് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം സെൻസർ ചെയ്യേണ്ടി വരും. ഏത് ഈവൻ ന്യൂസ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാനലിലെ ന്യൂസ് വരെ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും, ഏത് സെൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ ഒന്ന് ചെറിയൊരു കൺട്രോളിങ് ആവാം, അതെല്ലാത്തിനും ആവാം. നമുക്ക് ഇതിന് മാത്രമല്ല, ഞാൻ അതിന് അങ്ങനെ ഇത് മോശമായിട്ടൊന്നും പറയാനാ, അങ്ങനത്തെ മോശമൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും സീരിയൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഇത്രയും നാളത്തെ സീരിയലിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മാറ്റങ്ങളൊക്കെ. അത് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ സൊസൈറ്റിയുടെ ഒരു ചേഞ്ചസ് ആണ്. അത് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ മാത്രം റിയാക്ട് ചെയ്യുക. അത് എത്ര കാലം ഉണ്ട്, ഒരു ഇഷ്യൂ വന്നിട്ട് എത്ര കാലം ആ ഇഷ്യൂന്റെ പേരിൽ നമ്മൾ ഒരു ടോക്ക് ഷോ ഇതൊക്കെ നടത്തും, കുറച്ചൊരു ഫ്യൂ ഡേയ്സ് 1-2-3 ദിവസം കഴിഞ്ഞു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല, പിന്നെ അതിനെപ്പറ്റി നടക്കില്ല. ഈവൻ നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ, ഇപ്പോൾ ഡ്രഗ്സ് ആയാലും അല്ലെങ്കിൽ ഫുഡിന്റെ ഇതൊക്കെ ആയാലും ഇവിടെ ഇഷ്യൂ വരുമ്പോൾ അത് അങ്ങോട്ട്
ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അത് ഭയങ്കര സംഭവമായി മാറും. അപ്പൊ പിടിക്കും, അവിടെ പിടിക്കും, ഇവിടെ പിടിക്കും, കഴിഞ്ഞു 1 month കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. അത്ര തന്നെ ഈ ഒരു കേസിലുള്ളൂ. ഇത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ മൊത്തം അങ്ങോട്ട് സീരിയലുകള് മോശം, എത്രയോ മോശം സിനിമകളുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. അത് ഇതിന് റിമോട്ട് കയ്യിലിരിക്കണ്ടല്ലോ. അല്ലാണ്ട് അതിന്റെ ഒരു സെൻസർ വെച്ചിട്ട് ആരിപ്പോ ഇതിന് എന്താണ് അതിന് ക്രൈറ്റീരിയ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ചാനലിൽ തന്നെ നമ്മളിപ്പോ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻസർ വെക്കണ്ടേ? അതാണ്, അത്രേ ഉള്ളൂ. നമ്മളെല്ലാത്തിനും ഒരു സൊസൈറ്റിയുടെ ഒരു ഭയങ്കര മാറ്റം അത് അറിയാലോ. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇത് ഭയങ്കരമായിട്ട് മാറി. നമ്മള് എങ്ങനെ പേടിയാണ് ഇപ്പൊ പുറത്തിറങ്ങി ആരോടെ എന്താ പറയണ്ടെന്നുള്ള ഒരു ഭയങ്കര ഒരു പേടിയാണ്. അതേപോലെ തന്നെ അന്ന് ചർച്ച ചെയ്യപ്പെട്ട വേറൊന്നാണ് ഇപ്പൊ മെഗാ സീരിയൽസ് വർഷങ്ങളോളം ഓടുന്നതിന്റെ ഒരു ഇത്. സീരിയലുകൾ കുറച്ചും കൂടെ ക്രിസ്പി ആക്കണം, 7 എപ്പിസോഡ്സിലേക്കും അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ നിർത്തണം എന്നുള്ളത്. അതിനോട് എന്താ രാജു? അല്ല, അതിപ്പോ ചാനൽ തന്നെ ഇപ്പൊ ഏഷ്യാനെറ്റിലൊക്കെ അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്. ഒരു 100 എപ്പിസോഡിന്റെ ഒക്കെ ഒരു പ്ലാനിങ്ങിലുണ്ട്. അതാണ് കുറച്ചും കൂടി നല്ലത്. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഥ പറഞ്ഞു പോവാം. പിന്നെ എന്താ വെച്ചാല് ഒരു മോണിറ്ററിങ് കൂടി നോക്കൂല്ലോ. നമ്മളിപ്പോ എല്ലാരും ഫാമിലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ചാനലും ഒന്നും ചെയ്യില്ല. അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. പണ്ട് ഞങ്ങളൊക്കെ ചെയ്തതിൽ ഇപ്പൊ രാജുവേട്ടന്റെ സീരിയലൊക്കെ 100 എപ്പിസോഡ് 120 എപ്പിസോഡൊക്കെ ഉള്ളൂ. അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. അന്ന് അതായിരുന്നു ട്രെൻഡ്. പിന്നെ അത് മാറി വീണ്ടും പഴയലിക്കാൻ എത്തും. ഒക്കെ മാറ്റം വരുന്നേ. ഇനി വേറൊന്ന്, രാജുവേട്ടന്റെ സീരിയലിലെ അഭിനയങ്ങളും ഇതെല്ലാം കണ്ടിട്ടും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് പലരും മമ്മൂക്കയുടെ അഭിനയത്തോട്. അങ്ങനെ മമ്മൂക്ക എന്തെങ്കിലും രാജുവേട്ടനെ വിളിക്കോ? അല്ലല്ല, മമ്മൂക്ക വിളിക്കല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. ഇഷ്ടമുള്ള മീൻസ് നമ്മള് റെസ്പെക്ട് വിത്ത് ഒരു ആരാധന തന്നെ കൂട്ടിക്കോളും. പിന്നെ മമ്മൂടെ കൂടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത ഇത് ഞമ്മല്ലേ രാജുവേട്ടന്റെ സീരിയൽ. അപ്പൊ അങ്ങനെയായിട്ട് കണക്ഷൻസ് ഉണ്ട്. ഇബ്രാൻകുട്ടിക്ക് അവരൊക്കെ ഉണ്ട്. പിന്നെ പാപ്പിയപ്പച്ചനും കഴിഞ്ഞിട്ട് ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ദുബായിൽ. ഏഷ്യ വിഷ്യന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ. അത് അതിൽ വന്നപ്പോൾ നമുക്ക് മമ്മൂക്കാനായിട്ട് കാണാനും സംസാരിക്കാനും അങ്ങനെയൊക്കെ ആഗ്രഹം. അല്ലാണ്ട് ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ഹലോ എന്താ സുഖല്ലേ, അത് എല്ലാവരോടും ചോദിക്കണമായിരിക്കാം. പക്ഷെ നമുക്ക് ആ ഒരു വാക്ക് അത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും നമുക്കെന്ന് പറയുമ്പോൾ വേറൊരു ഇത് തന്നെ. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ വാത്സല്യം ഇതൊക്കെ നമുക്ക് അത്ര മനസ്സിൽ കയറി കൂടിയ സാധനങ്ങൾ. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഇപ്പൊ നമ്മളത് പറയാൻ അങ്ങനൊന്നും പറയാൻ പാടില്ല. അവരെ പറ്റി നമ്മളങ്ങനെ അവരൊക്കെ നമ്മുടെ ഇതില് ബാലേട്ടനും രാപ്പകലും അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. ആ കഥാപാത്രം നമുക്ക് ചെയ്ത കഥാപാത്രങ്ങൾ വീണ്ടും ഈ സീരിയലിൽ കാണുന്ന സമയത്ത് രാജുവേട്ടൻ കാണുകയോ ചില മാനേഴ്സൊക്കെ ഞാനത് കാണും. പിന്നെ നമ്മുടെ കയ്യിൽ അവിടെ സ്റ്റോക്ക് ഒന്നും ഇല്ല. ഇവരൊക്കെ കാണിച്ച എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കാന്ന്. പിന്നെ അതുപോലെ വേണുസാറുണ്ട്, ബാഗൊക്കെ കഷത്ത് വെച്ച് കിടക്കണ, നമ്മളതൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ എന്റെ നാട്ടിലൊരു ചേട്ടൻ പറഞ്ഞു, നീ ഞാൻ നടന്നു വരുന്നുണ്ടപ്പോ ഇങ്ങനെ ബാഗ് വെച്ചിടുമ്പോ വൈഫ് പറയും ഇത് നിങ്ങൾ പോണ പോലെ നമ്മളിത് വേറെ ആൾ ചെയ്യണ കണ്ടിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മള് അതെ, ഒരു ആക്ടർ നല്ലൊരു ഒബ്സർവ് ചെയ്യുന്ന ഒരാളും കൂടി ആവണം എന്ന് പൊതുവെ പറയാറുണ്ട് അല്ലേ? അത്ര അങ്ങനെ ഭയങ്കര ഒബ്സർവേഷൻ ഇല്ല, അറിയാണ്ട് വരുന്ന കുറെ കാര്യങ്ങളാണ് അത് പെട്ടെന്ന്. ഓക്കെ, ഇനി സാന്ത്വനം എന്ന സീരിയൽ ഭയങ്കര ചരിത്രം ഏതാ വലിയൊരു സീരിയലാണ് രാജീവേട്ടന്റെ കരിയറിൽ തന്നെ. അതിനകത്ത് ആ സീരിയൽ ഇപ്പൊ വിചാരിക്കുക, ആ സീരിയൽ ഇന്നിപ്പോ സിനിമയാക്കാൻ പോകുന്നു. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് അതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളുടെ പേര് പറയാം. അപ്പം അത് സിനിമയിലേക്ക് ആക്കുമ്പോൾ രാജീവേട്ടന് തോന്നുന്നത് ആരൊക്കെയായിരിക്കും കറക്റ്റ് ആയിട്ട് അതിന്റെ ക്യാരക്ടർ ആവാൻ ബെസ്റ്റ് എന്നൊന്നുള്ളൊരു ഇത് പറയണം കേട്ടോ, സത്യമായിട്ട് പറയണം. ബാലന്റെ കഥാപാത്രം. ബാലന്റെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് നമ്മൾ അത് കണ്ടിട്ടാണ് നമ്മളൊക്കെ ചെയ്തത്. പിന്നെ സിദ്ദിഖയും നല്ല ഇതാണ്. ഓക്കെ, ശരി. പിന്നെ ദേവി, ചിപ്പി ചേച്ചി ചെയ്തത്, ദേവിയുടെ ചിപ്പിനെ ചെയ്തോട്ടെ നല്ലല്ലേ? ആണല്ലേ? അല്ല, എന്നാലും നമുക്ക് വേറൊരു പേര് അറിയാൻ വേണ്ടിട്ടാ. രാജീവേട്ടൻ ചെയ്യാലോ, വേറൊരു പേര് പറ. ഇപ്പൊ സിദ്ദിഖിക്കാണ് ബാലന്റെ കഥാപാത്രം ചെയ്യുന്നെങ്കിൽ സിദ്ദിഖിക്ക് പേരെന്നുള്ള രീതിയിൽ ആരായിരിക്കും? കുറെ പേരുണ്ട്, നമുക്ക് അങ്ങനെ ഓർമ്മ അസാരല്ല. ആരുടെങ്കിലും ഒരു ആ സിനിമ മീന, അങ്ങനത്തെ മീന. ഓ, ഓക്കെ, പെർഫെക്റ്റ്. പിന്നെ ശിവന്റെ കഥാപാത്രം, അനിയൻ. ശിവന്റെ കഥാപാത്രം എനിക്ക് നമ്മുടെ ബാസിയൊക്കെ ചെയ്താ ഭയങ്കരതായിരിക്കും. ഓക്കെ, ഇനി അഞ്ജു. ബാസിയാണെങ്കിൽ ബാസിയുടെ ഭാര്യ. പിള്ളേരുടെ പേരുകളൊന്നും അറിയാതെ പേരറിയില്ല. പേര് നിത്യമേനല്ല, നിത്യമേനൊന്നും വേണ്ട. മറ്റേ കുട്ടിയില്ലേ ഇപ്പൊ നമ്മുടെ അപർണദാസോ? ആ കുട്ടി ഇത്തിരി സ്മാർട്ട് ആയിട്ടുള്ള. ഓക്കെ, ശരി. പിന്നെ ഹരി, മറ്റൊരനിയൻ. ഹരിയൊക്കെ ആസിഫ്, അങ്ങനത്തെ. ആസിഫ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹരിയുടെ ഭാര്യ അപ്പു.
അപ്പോ ഒരു അപർണ ആയാലും കുഴപ്പമില്ല, അപർണ ബാലമുരളി. അപർണ ബാലമുരളി, ഓക്കെ. കണ്ണൻ, കണ്ണനാണ് ഇത്. കണ്ണൻ നമുക്ക് നസ്ലിൻ, ഞാനും വിചാരിച്ചു നസ്ലിൻ. പിന്നെ നമ്മുടെ ജയന്തി ചെറിയമ്മ. ജയന്തി പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു വിജയിച്ചൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ പ്രസന്റ്ലി ആ കുട്ടിയില്ലേ നമ്മുടെ പ്രേമത്തിലൊക്കെ ആ പാട്ടൊക്കെ പാടുന്ന കുട്ടിയുടെ പേര് ഗ്രേസ് ആൻഡ് അല്ല പ്രേമത്തിൽ ഒരു പാട്ടൊക്കെ പാടിക്കണില്ലേ അല്ലേ ഗ്രേസ്? പ്രേമത്തിലാ ആ പാട്ട് ഹാപ്പി വെഡിങ് ആണല്ലേ ആ പാട്ട് പാടിക്കുന്നവര് റാഗ് ചെയ്യണത് ഗ്രേസ് ആന്റണി. പേര് തന്നെ ആ കുട്ടി. അതൊരു ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ആക്ട്രസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഇവരെയൊക്കെ വെച്ചിട്ട് നമുക്ക് ശരി ഇനി ചിന്തിക്കാവുന്ന ഒന്നാണ്. കാരണം സീരിയലിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു സിനിമ ഇതുവരെയും അങ്ങനെയൊന്നും ത്രെഡ് എടുക്കാലോ, ത്രെഡ് എടുത്തിട്ടേ സിനിമയിലത്തെ ത്രെഡ് അല്ലേ? അതെ സിനിമ അതാ പറഞ്ഞത്, തിരിച്ചല്ലേ വന്നിരിക്കുന്നത്. നേരെ ഇപ്പൊ ഈ സീരിയലിൽ നല്ല ഞാൻ പറഞ്ഞത് സീരിയലുകളിൽ ഇതുവരെ വന്ന സീരിയലിൽ ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഇനി സിനിമയിലേക്ക് വരുന്ന അങ്ങനെ ഒരു സംഭവം ഇനി ചെയ്യട്ടെ ആരെങ്കിലും. പിന്നെ പുത്രൻ പടം എന്നുള്ള സീരിയലിൽ നിന്നുള്ള ഇതാണ് ആണോ? ഓക്കെ, എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. ഓക്കെ ശരി, ഒന്ന് പോയായിരുന്നു. അസർമുല്ല ഒന്നും പറയില്ല. അസർമുല്ല പറയണം എന്ന് വെച്ചാല് അന്നത്തെ ട്രെൻഡിങ് ആയ ഈ അന്നത്തെ ചെറുപ്പക്കാരുടെ ഹരമായി മാറിയ ആൾക്കാരാണ് ഇവരൊക്കെ. അതൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്റെ എങ്ങനെ ട്രോളർമാരുടെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവരെന്നെ ട്രോളി ഇന്നലെ സ്പേസ് വിട്ട് ഞാൻ എന്തോ അടുത്ത കാലത്തൊന്നും താഴേക്ക് വരില്ല. അതൊക്കെ കാണാത്ത ആൾക്കാരുണ്ട്. ഇത് വന്നിട്ട് വീണ്ടും ഇനി മറ്റേ പടത്തില് മാഡം അന്ന് ഞങ്ങള് വിളിച്ചിട്ട് കിട്ടിയില്ല. അല്ല എന്നെ പടത്തിൽ വിളിച്ചേക്കുന്ന പലരും ഇത് കാണുമ്പോ എത്ര നന്നായി ഇത് കണ്ടിട്ടാണ് അന്ന് വിളിച്ചിട്ടുള്ളത്. ഇത് കണ്ടിട്ടാണ് ഇവര് 3 പേരുണ്ടായിരുന്നു. ഒരാൾ അഭിനയിച്ചു, ശാരികയും രാധിക അഭിനയിച്ചു. ഞാൻ മാത്രമല്ല അഭിനയിക്കാത്തത്. ശാരിക അബ്ദുൽ അഭിനയിച്ചു, ശാരിക അഭിനയിച്ചു, സീരിയലിലും അഭിനയിച്ചു കുറെ. അല്ല സീരിയലൊക്കെ അല്ല സിനിമ ചെയ്തു, രാധിക സിനിമ ചെയ്തു. ഞാൻ മാത്രമേ ഒരു വഴിക്കും പോവാതെ അവിടെ കൊണ്ടങ്ങ് പണി. അത് എനിക്ക് തോന്നുന്നത് എമൗണ്ട് വലിയ റെമ്യൂണറേഷൻ പറഞ്ഞു. ഇപ്പൊ നയൻതാര മേടിക്കുന്നത് അന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അത്ര അഹങ്കാരായിരുന്നില്ല. അല്ല എനിക്ക് എന്നെ വിളിക്കരുത് എനിക്ക് അന്നേ അറിയായിരുന്നു. ആണല്ലേ? അതെ, മൈൽ സ്റ്റോൺ എനിക്ക് തരുന്നുണ്ട്. സാധാരണ എല്ലാരും സിനിമ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓടിപ്പോവും. ഈ കുട്ടി അങ്ങനെയല്ല. ഈ കുട്ടി പിടിച്ചാ കിട്ടില്ല. എന്റെ ലെവല് വേറെയാണ്. ഞാൻ അതിക്ക് മേലെ ഈ ലെവലിലേക്കൊന്നും നിക്കൂല. എന്തായാലും നല്ല രസമായിരുന്നു. എന്തായാലും രാജേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. രാജേട്ടൻ ഇങ്ങനെയെങ്കിലും ഒന്ന് അവസാനം എനിക്ക് ഇങ്ങനെയെങ്കിലും രാജേട്ടൻ അങ്ങനെയല്ല രാജയുടെ ഫൈനലി എത്തിയല്ലോ അങ്ങനെ ഒരു യൂസേജിൽ ഇനി ഇവിടുന്ന് ഒരു രാജീവേട്ടന്റെ ഒരു യാത്ര എന്ന് പറയണത് സൂപ്പർ. ഇത്ര നാളത്തെക്കാട്ടിലും സൂപ്പർ ഡ്യൂപ്പർ. ഇന്റർവ്യൂവിന് മുമ്പും ഈ ഇന്റർവ്യൂവിന് ശേഷവും എന്റെ ഈശ്വര എന്റെ നാവ് പൊന്നാവണേ. അതെന്തായാലും അന്ന് കണ്ട പോലെ തന്നെ ശരിക്കും ഞാൻ പറയാം, നമ്മുടെയൊക്കെ വീട്ടില് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ കൂടെ നിർത്താൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ എല്ലാ അമ്മമാർക്കും നല്ലൊരു മകൻ, എല്ലാ സിസ്റ്റേഴ്സിനും. അയ്യോ ഇപ്പൊ ഭാര്യ ഓൾറെഡി ഉള്ളത് കൊണ്ട് എനിക്കറിയൂ ഞാൻ എങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ രാജീവേട്ടൻ ഇന്നും അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ആർക്കും ഒരു മാറ്റമൊന്നുമില്ല. ആ സമയത്തുള്ള ആൾക്കാർക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ശരത്ത് അതെ, ശരത്തേട്ടനും അതെ. ശരത്തേട്ടൻ ഈടെ മൈൽ സ്റ്റോൺ വഴി ഒന്ന് വന്ന് കഥകളൊക്കെ പറഞ്ഞു തന്നിട്ട് പോയി. ശരത്തിന് കഥകളൊക്കെ പറയാൻ നന്നായിട്ട് അറിയാം. എനിക്ക് അങ്ങനെ കഥ പറയാൻ അറിയില്ല. അതെ, ശരത്തേട്ടൻ രാജുവേട്ടൻ ഞങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അനുവേട്ടൻ. അതെ, എന്തായാലും ഒരുപാട് സന്തോഷം രാജുവേട്ട. അപ്പൊ ഇനി നമുക്ക് രാജുവേട്ടന്റെ വീട്ടിലെ പരിപാടികളൊക്കെ അവിടെ വെച്ച് കാണാം. ഓക്കെ, വീട്ടിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വിളിക്കുന്നതായിരിക്കും. ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഹോം ടൂർ നിങ്ങളുടെ തന്നെ ആയിരിക്കും. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു രാജുവേട്ട. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.